ഇന്ന് നമുക്ക് ഒരു സൈക്കോ പ്രണയത്തിന്റെ കഥ പറയുന്ന സാരി എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സാരി ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി. അവൾക്ക് നോർമൽ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല, സാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ സാരി ഉടുത്ത അവളെ കണ്ട് ഒരാൾ മോഹിക്കുന്നു. അയാൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. അയാൾ സ്ഥിരമായിട്ട് അവൾക്ക് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുവാനായും തുടങ്ങി. ആ മെസ്സേജിന് അവൾ റിപ്ലൈയും കൊടുക്കും. അയാളാണെങ്കിൽ ഒരു സൈക്കോയായിരുന്നു. അവസാനം അവരുടെ രണ്ടുപേരുടെയും ചാറ്റിംഗ് കൊണ്ടെത്തിക്കുന്നത് വലിയൊരു ദുരന്തത്തിലായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ തന്റെ മനോഹരമായ പഴയ ഫോട്ടോയിൽ നോക്കി നിൽക്കുകയാണ് നായികയായ ആരാധ്യ. ആരാധ്യയുടെ ദേഹത്തെല്ലാം ഒരുപാട് മുറിവുകളുണ്ട്. ഫോട്ടോ കണ്ട് ദേഷ്യവും സങ്കടവും സഹിക്കാനാകാതെ ആരാധ്യയാണെങ്കിൽ തന്റെ അലമാരിയിലുണ്ടായിരുന്ന പഴയ സാരിയെല്ലാം റോഡിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചു കളയും. ആ സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് കുറെ സാരി തന്റെ ദേഹത്ത് കൂടി ചുറ്റിയിട്ട് ആരാധ്യ എന്ന് വിളിച്ച് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനെയാണ്. അവന്റെ പേരാണ് കിട്ടു. ഒരു സൈക്കോയെ പോലെയാണ് അവന്റെ പെരുമാറ്റവും. അതിനുശേഷം കാണിക്കുന്നത് 6 മാസം മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഒരു പാലത്തിന് മുകളിൽ നിന്ന് പക്ഷികളുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കിട്ടു. എന്നാൽ പെട്ടെന്ന് അവന്റെ ക്യാമറ കണ്ണുകൾ ഒരു സുന്ദരിക്ക് മേൽ വന്ന് പതിക്കും. അതാണ് നമ്മുടെ കഥാനായികയായ ആരാധ്യ. ആരാധ്യയുടെ സൗന്ദര്യം കണ്ട് മയങ്ങി ക്യാമറയുടെയും കിട്ടുവിന്റെയും ഫുൾ ഫോക്കസ് ആരാധ്യക്ക് മേലാകുന്നു. ആരാധ്യ പോകുവാനായി ഒരുങ്ങുന്ന സമയത്ത് അവളുടെ പിന്നാലെ കിട്ടുവും പോകും. എന്നാൽ ഒരു ഘട്ടത്തിൽ ആരാധ്യ കാറിൽ കയറി പോകും. പക്ഷെ കിട്ടുവിന്റെ ബൈക്കാണെങ്കിൽ സ്റ്റാർട്ടാകുന്നതുമില്ല. ആരാധ്യയെ മിസ്സായ സങ്കടത്തിൽ വീട്ടിലെത്തി കിട്ടുവാണെങ്കിൽ അവളുടെ ഫോട്ടോ എല്ലാം കണ്ട് ആസ്വദിക്കും. എന്നിട്ടൊരു സൈക്കോയെ പോലെ പെരുമാറുന്നു. അടുത്ത ദിവസവും പുറത്തേക്കിറങ്ങുന്ന കിട്ടുവാണെങ്കിൽ വീണ്ടും ആരാധ്യയെ കാണും. കൂട്ടുകാരിക്കൊപ്പം പോകുന്ന ആരാധ്യയെ ഫോളോ ചെയ്ത് അവളുടെ വീടും പേരുമെല്ലാം മനസ്സിലാക്കി എടുക്കുകയാണ് കിട്ടു. എന്നാൽ വീട്ടിലെത്തിയ ആരാധ്യ തന്റെ ചേട്ടനായ രാജുവിനടുത്ത് എത്തിയിട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. കാരണം ഈ ആരാധ്യയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. പക്ഷേ അതിലാരോ മോശമായി കമന്റ് ഇട്ടു. അത് കണ്ട രാജു ആണെങ്കിൽ ആ പയ്യനെ പോയി തല്ലി. അതറിഞ്ഞ ആരാധ്യ രാജുവിനടുത്തെത്തി വല്ലാതെ ഇവനെ വഴക്ക് പറയുമ്പോൾ, ഇനിയും ഇങ്ങനത്തെ കമന്റ്സ് കണ്ടാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അത് വേണ്ടെങ്കിൽ നീ ഇടുന്ന വീഡിയോസ് എല്ലാം മാന്യമായിട്ടുള്ളത് ഇടണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിർത്തണം. അത് കേട്ട് ആരാധ്യക്ക് വല്ലാതെ ദേഷ്യം വരും. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്നും അവൾ പറയും. പക്ഷെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആര് മോശമായ കമന്റ് ഇട്ടാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുമെന്നും രാജുവും പറയും. രാജുവിനും അമ്മയ്ക്കും ആരാധ്യ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമേ അല്ല. മാത്രമല്ല അവൾ എപ്പോഴും സാരി ഉടുത്ത് നടക്കുന്നതിനോടും അമ്മയ്ക്ക് താല്പര്യമില്ല. സാധാ പെൺകുട്ടികളെ പോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നന്നായി പഠിച്ച് ലൈഫിൽ രക്ഷപ്പെടുവാൻ നോക്കുന്നതാണ് അമ്മ പറയുന്നത്. എന്നാൽ അച്ഛനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും. മറ്റൊരു വശത്ത് സൈക്കോയായി കിട്ടുവാണെങ്കിൽ ആരാധ്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കഷ്ടപ്പെട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കും. ആരാധ്യയോട് കിട്ടുവിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുമ്പോഴുള്ള മോഹമാണ്. അക്കൗണ്ട് കണ്ടെത്തി കിട്ടുവാണെങ്കിൽ ആരാധ്യയുടെ ഫോട്ടോയ്ക്കെല്ലാം ലൈക്ക് അടിക്കുകയും കമന്റ് ഒക്കെ ചെയ്യുകയും ചെയ്യും. പിന്നീട് മെസ്സേജും അയക്കും. ആരാധ്യയാണെങ്കിൽ റിപ്ലൈയും കൊടുക്കുകയാണ്. എപ്പോഴും സാരി ഇഷ്ടപ്പെടുന്ന ആരാധ്യയുടെ ഫോട്ടോയ്ക്ക് കിട്ടുവാണെങ്കിൽ നല്ല നല്ല അഭിപ്രായം പറയുന്നു. അത് അവൾക്ക് ഇഷ്ടമാകും. കൂടാതെ താനൊരു ഫോട്ടോഗ്രാഫർ ആണെന്നും ഫോട്ടോഷൂട്ട് നടത്താൻ താല്പര്യമുണ്ടെന്ന് പറയും. ആരാധ്യയാണെങ്കിൽ കിട്ടു പറഞ്ഞ കാര്യം തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. ആരെന്നറിയാത്ത ഒരാളെ എങ്ങനെയാ ഫോട്ടോഷൂട്ട് ഏൽപ്പിക്കുക? മാത്രവുമല്ല മെസ്സേജ് വന്ന അക്കൗണ്ട് ഞാൻ കയറി നോക്കിയപ്പോൾ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നു, പക്ഷെ ഫോട്ടോസ് ഒന്നും കാണുന്നില്ലല്ലോ. എന്നാലും നമുക്ക് നോക്കാമെന്നും ആരാധ്യ കൂട്ടുകാരികളോട് പറഞ്ഞിട്ട് ആലോചിക്കാമെന്ന് മറുപടിയും കൊടുക്കുന്നു. പക്ഷേ ആരാധ്യയെ ഫോളോ ചെയ്ത് അവളുള്ള വീടിന് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് ആരാധ്യയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് കിട്ടു. ആരാധ്യക്കാണെങ്കിൽ അതൊന്നും അറിയത്തേയില്ല. ആരാധ്യ ഇല്ലാത്ത തക്കം നോക്കി വൈഫൈ ശരിയാക്കാനെന്ന പേരിലാണെങ്കിൽ കിട്ടു ആരാധ്യയുടെ വീട്ടിലേക്ക് എത്തും. അവളാണ് വാതിൽ തുറക്കുന്നതെന്ന അവൻ കരുതിയത്. പക്ഷേ അവളുടെ അമ്മയായിരുന്നു വാതിൽ തുറന്നതും. മുകളിലത്തെ ഫ്ലോറിലാണ് വൈഫൈയുടെ കാര്യങ്ങൾ ഉള്ളതിനാൽ കിട്ടു ആണെങ്കിൽ മുകളിലേക്ക് പോകും. അവിടെയായിരുന്നു ആരാധ്യയുടെ മുറിയും. ആരാധ്യ റൂമിൽ കയറിയിട്ട് അവളുടെ സാരിയും ബ്ലൗസും ഒക്കെ അവിടെ കിടക്കുന്നത് കിട്ടു നോക്കുന്നു. അതവൻ കൈകൊണ്ട് എടുക്കുവാനായി വരുന്ന സമയത്തായിരുന്നു അവരുടെ വീട്ടിലുള്ള ഡോഗ് അവിടേക്ക് വരുന്നതും. കിട്ടുവിനാണെങ്കിൽ ആരാധ്യയുടെ ഡ്രസ്സൊക്കെ കണ്ട് അവളോട് വല്ലാത്ത മോഹം തോന്നും. എന്നാൽ ഡോഗിനെ കണ്ടതും ഉടനെ തന്നെ കിട്ടു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഒന്നും ചെയ്യാതെ തിരിച്ചു കിട്ടു ഇറങ്ങിപ്പോകുന്നത് കണ്ട് ഇവനെന്താ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെയാണ് അവളുടെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്.
നേരെ തന്റെ വീട്ടിലെത്തി കിട്ടുവാണെങ്കിൽ ആരാധ്യക്ക് മെസ്സേജ് അയക്കും. പെട്ടെന്ന് റിപ്ലൈ തരണം, പെട്ടെന്ന് റിപ്ലൈ തരണം എന്നൊക്കെ ഒരു സൈക്കോയെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിട്ടു. മാത്രമല്ല കിട്ടു തന്റെ ഫോൺ നമ്പരും അയച്ചു കൊടുത്തിട്ട് നമുക്ക് മീറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്നു. അതിന് കുറേ സമയം കഴിഞ്ഞാണ് റിപ്ലൈ വന്നതും. നമുക്ക് മീറ്റ് ചെയ്യാമെന്നും ആരാധ്യ പറഞ്ഞു. ആരാധ്യയുടെ റിപ്ലൈ കണ്ടിട്ട് അവന് ഒരുപാട് സന്തോഷമായി. നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്നാണ് ആരാധ്യ പറഞ്ഞത്. അങ്ങനെ ആരാധ്യ പറഞ്ഞതനുസരിച്ച് മീറ്റ് ചെയ്യുന്ന ദിവസം എത്തി. അവരൊരു കോഫി ഷോപ്പിൽ വെച്ചാണ് കാണുന്നതും. ആരാധ്യയാണെങ്കിൽ ആദ്യമായിട്ടാണല്ലോ കിട്ടുവിനെ കണ്ടതും. കിട്ടുവിനാണെങ്കിൽ ആരാധ്യയെ നേരിട്ട് അടുത്ത് കണ്ടതും വല്ലാത്ത ടെൻഷൻ. കിട്ടുവിനോട് ആരാധ്യ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തുകൊണ്ടാ എന്റെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് തീരുമാനിച്ചത്? വേറെ ഫോട്ടോസ് ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതോ ഞാൻ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നത് ആദ്യമായിട്ടാ മനുഷ്യന്റെ എടുക്കാൻ പോകുന്നത്. അത് നിങ്ങളിലൂടെ ആകട്ടെ എന്ന് ഞാൻ കരുതിയെന്നും കിട്ടു പറയുന്നു. മാത്രമല്ല കിട്ടു വല്ലാതെ ടെൻഷൻ ആകുന്നത് കണ്ട്, നിങ്ങൾ സ്ത്രീകളോട് ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്? നോക്കട്ടെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ പിടിക്കും. അതോടുകൂടി കിട്ടുവിന്റെ മോഹമാണെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നത്. അവൻ വല്ലാത്തൊരു മൈൻഡിലിരിക്കുകയാണ്. അങ്ങനെ ആരാധ്യയാണെങ്കിൽ കിട്ടുവിന് ഫോട്ടോഷൂട്ട് നടത്താനുള്ളതിന് അനുമതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മാത്രമല്ല അടുത്ത ദിവസം മീറ്റ് ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിട്ടാണ് അവൾ പോകുന്നത്. കിട്ടുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും. അടുത്ത ദിവസവും പറഞ്ഞതുപോലെ മറ്റൊരു കോഫി ഷോപ്പിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയാണ്. ഈ ആരാധ്യയാണെങ്കിൽ എപ്പോഴും എക്സ്പോസ് ചെയ്യുന്ന പോലെയാണ് സാരി ഉടുക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് കോഫി ഷോപ്പിലേക്ക് വരും. എന്നാൽ ആരാധ്യയെ കണ്ട മറ്റൊരു പയ്യനാണെങ്കിൽ അവളെ മോശമായ രീതിയിൽ നോക്കും. അവൻ മനഃപൂർവ്വം അവളുടെ ഷോൾഡർ തട്ടും. അവന്റെ തറയിൽ വീണ ഫോണാണെങ്കിൽ ആരാധ്യ എടുത്തു കൊടുക്കുവാനായി പോകുമ്പോഴെല്ലാം അവൻ മോശമായ കണ്ണോട് കൂടിയാണ് അവളെ നോക്കുന്നത്. അതെല്ലാം കിട്ടു ശ്രദ്ധിക്കുന്നുണ്ട്. ആരാധ്യ കിട്ടുവിനടുത്തേക്ക് വന്നിരിക്കുമ്പോൾ, നിനക്ക് സാരിയ ഏറ്റവും കൂടുതൽ ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആരാധ്യയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയാണ് കിട്ടു സംസാരിക്കുന്നതും. എന്നാൽ എത്ര സംസാരിച്ചാലും കിട്ടുവിന്റെ കണ്ണ് ആരാധ്യയുടെ ദേഹത്ത് തട്ടിയ ആ പയ്യനില്ലേ അവനടുത്തേക്കായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരും ഒരു ഗ്യാങ് ഉണ്ട്. ആ പയ്യനാണെങ്കിൽ ആരാധ്യയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് കിട്ടുവിന് ഇഷ്ടമാകുന്നില്ല. എന്നാൽ അതേസമയം തന്നെയായിരുന്നു ആ പയ്യനാണെങ്കിൽ വാഷ്റൂമിലേക്ക് പോയതും. അപ്പോൾ കിട്ടു നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ആരാധ്യയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് കിട്ടു നേരെ അവന്റെ പിന്നാലെ വാഷ്റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് അവനെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്തിട്ട് തന്റെ കൈവശം അവിടെ ഒരു ചൂട് കോഫി ഇരുന്നു. അതെടുത്ത് ആ പയ്യന്റെ മുഖത്തൊഴിച്ചിട്ട് വേഗം കിട്ടു പുറത്തേക്ക് വരും. എന്നിട്ട് ആരാധ്യയും കൂട്ടി മാളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള നല്ല സാരിയൊക്കെ സെലക്ട് ചെയ്യും. അങ്ങനെ ഫോട്ടോഷൂട്ടും നടക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടത്തുന്ന സമയത്തും കിട്ടുവിന്റെ കണ്ണുകളാണെങ്കിൽ ആരാധ്യയുടെ ശരീരഭാഗങ്ങളിലായിരുന്നു. കിട്ടുവിനാണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. 2-3 ദിവസങ്ങളിലായി പല പല സ്ഥലത്ത് വെച്ചാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. എന്നാൽ ഒരു ദിവസം രാജു ആണെങ്കിൽ അതുവഴി പോകുന്ന സമയത്ത് ആരാധ്യയും കിട്ടുവിനെയും കാണുന്നു. രാജുവിനത് കണ്ടതും വല്ലാതെ ദേഷ്യം വരും. എന്താ അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ, ചേട്ടാ ഫോട്ടോഷൂട്ട് നടക്കുകയാ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാജുവിനോട് അവിടെ വെയിറ്റ് ചെയ്യുവാനായും പറയുന്നു. രാജു ആണെങ്കിൽ മാറിയിരിക്കും. എന്നാൽ അതേസമയം തന്നെ കിട്ടുവാണെങ്കിൽ ആരാധ്യയുടെ സാരിയൊക്കെ ഒതുക്കി കൊടുക്കുന്നതൊന്നും രാജുവിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എത്രയായാലും ഒരു സഹോദരനല്ലേ. അവന്റെ മുന്നിൽ വെച്ച് ഒരു സഹോദരിയെ മറ്റൊരുത്തൻ കൈവയ്ക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു സഹോദരന് സഹിക്കുമോ? ഇല്ല. രാജു ആണെങ്കിൽ പ്രതികരിക്കും. ദേഷ്യം വന്ന രാജു ആണെങ്കിൽ കിട്ടുവിനെ അടിക്കാനായി ശ്രമിച്ചിട്ട്, ഇനി മേലാൽ നിന്നെ ഇവളോടൊപ്പം കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുമെന്ന് വിരട്ടിയിട്ടാണ് ആരാധ്യയും കൂട്ടി അവിടെ നിന്ന് പോകുന്നതും. വീട്ടിലെത്തി കിട്ടുവിനാണെങ്കിൽ രാജുവിനോട് വല്ലാതെ ദേഷ്യം. ആരാധ്യയുടെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട്, എന്നെയാ നിന്റെ ചേട്ടൻ തല്ലാനായി വന്ന സമയത്ത് നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നീ എന്തുകൊണ്ടാ എന്നെ രക്ഷിക്കാതിരുന്നത് എന്നൊക്കെ ചോദിച്ച് വല്ലാതെ വയലന്റ് ആകും. ആരാധ്യയുടെ ഫോട്ടോ കയ്യിലെടുത്ത് കിട്ടുവാണെങ്കിൽ, അല്ല ഞാൻ എന്തിനിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും വയലന്റ് ആകണം? ഞാൻ എന്നെ കൺട്രോൾ ചെയ്തേ പറ്റുമെന്നും കിട്ടു തീരുമാനിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം തന്നെ ഏകദേശം രാത്രിയായ സമയം ആരാധ്യയും കൂട്ടുകാരികളും കൂടി അവിടെ ഒരു ഉത്സവ പറമ്പിലേക്ക് പോവുകയാണ്. അതേസമയം കിട്ടുവിന്റെ കുറെ മെസ്സേജ് ആരാധ്യയ്ക്ക് വരും. അത് അവളുടെ ഫോട്ടോയായിരുന്നു. എന്നാൽ തലേ ദിവസം എടുത്ത ഫോട്ടോയുടെ കൂട്ടത്തിൽ ഇപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലത്തും അവളുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് അവൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ മുന്നിലേക്ക് കിട്ടുവെന്ന് നിൽക്കും. അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? എന്റെ ഫോട്ടോസൊക്കെ ഇതേ വന്നിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തില്ലേ നീ എവിടെ നിൽക്കുകയാണെന്ന്, അങ്ങനെയാ ഞാൻ അറിഞ്ഞതെന്നും കിട്ടു പറയുന്നു. ഈ ആരാധിക്കൊരു കുഴപ്പമുണ്ട്. എവിടെ പോകുന്നെങ്കിലും ആദ്യം ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. താൻ എവിടേക്കാണ് പോകുന്നതെന്നും എവിടെ നിൽക്കുന്നതെന്നും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ആരാധിക്കുണ്ട്.
അങ്ങനെയാണ് കിട്ടു കൂടുതലും ആരാധി എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതും. എന്നിട്ട് കിട്ടുവാണെങ്കിൽ നിന്റെ ചേട്ടനാണെങ്കിൽ എന്നെ തല്ലാനായിട്ട് നോക്കിയില്ലേ, നിന്റെ ചേട്ടനാണെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്തവന്, അവൻ കഴുതയാ എന്നൊക്കെ പറഞ്ഞ് രാജുവിനെ വല്ലാതെ അപമാനിക്കുന്നത് സംസാരിക്കും. അത് കേൾക്കുന്നതും വല്ലാതെ ദേഷ്യം വരികയാണ് ആരാധിക്ക്. ആരാധി പറയുന്നുണ്ട്, എന്റെ ചേട്ടനാണെങ്കിൽ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ അങ്ങനെ സംസാരിച്ചത്. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും അതെന്റെ ചേട്ടനാ. എന്റെ ചേട്ടനെ പറ്റി മോശമായിട്ടൊന്നും പറയരുത്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളൂ, അത് കഴിഞ്ഞു. ഇനി ഞാനുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട. എന്റെ ചേട്ടന് അത് ഇഷ്ടമല്ല. അഥവാ വല്ല ഫോട്ടോഷൂട്ടും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്നും കിട്ടുവിനോട് പറയുന്നു. എന്നാൽ കിട്ടു അപ്പോഴും രാജുവിനെ കുറ്റം പറയുകയാണ്. രാജു അങ്ങനെ തല്ലാൻ വന്ന സമയത്തും എന്തുകൊണ്ട് ആരാധി പ്രതികരിച്ചില്ല, അങ്ങനെയൊക്കെയാണ് കിട്ടു ചോദിക്കുന്നതും. കിട്ടു വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. കിട്ടുവുമായിട്ടുള്ള എല്ലാ ബന്ധവും ആരാധി ഉപേക്ഷിച്ചാണ് അവിടെ നിന്ന് പോകുന്നതും. അടുത്ത ദിവസം ആരാധിയാണെങ്കിൽ തന്റെ വീട്ടിന് മുന്നിൽ ഇറങ്ങിയിട്ട് ഈ വഴിയോര കച്ചവടക്കാരിലെ അവരടുത്തു നിന്നും സാധനം വാങ്ങുവാനായി പോകുന്ന സമയം ഈ കിട്ടുവാണെങ്കിൽ വേഷം മാറി ആരാധിയുടെ പിന്നാലെ പോകുന്നു. എന്നിട്ട് ആരാധി അറിയാതെ കിട്ടു തന്റെ ഫോൺ ഉപയോഗിച്ച് അവളുടെ ഫോട്ടോ എടുക്കും. എന്നാൽ ഇതാണെങ്കിൽ ആരാധിയുടെ ചേട്ടനായ രാജുവിന്റെ കൂട്ടുകാരൻ കാണും. കൂട്ടുകാരൻ ഉടനെ തന്നെ രാജുവിന് വിവരം അറിയിക്കുന്നു. രാജു വന്ന് നോക്കുന്ന സമയത്ത് ആരാധിയുടെ ഫോട്ടോ എടുക്കുന്ന കിട്ടുവിനെയാണ് രാജു കാണുന്നതും. ഉടനെ തന്നെ അവർ പുറത്തേക്ക് വന്നിട്ട് കിട്ടുവിനെ ഒരുപാട് തല്ലുന്നു. അവിടെ ബഹളം കേട്ട് ആരാധിയും അവിടേക്ക് ഓടി വരും. എന്തിനാ ഒരു പാവപ്പെട്ടവനെ ഇങ്ങനെയിട്ട് തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദേ ഇതാരാന്ന് നോക്ക്, ആ ഫോട്ടോഗ്രാഫർ ആണിതെന്ന് പറഞ്ഞിട്ടാണ് കിട്ടുവിനെ രാജു തല്ലുന്നതും. എന്നാൽ ആരാധിയാണെങ്കിൽ രാജുവിന്റെ കയ്യിൽ നിന്നും കിട്ടുവിനെ രക്ഷിച്ച് ഒരു ഓട്ടോയിൽ കയറ്റി പറഞ്ഞുവിടും. നേരെ തന്റെ വീട്ടിലെത്തിയ കിട്ടുവാണെങ്കിൽ രാജു തല്ലിയതോർത്ത് ഒരുപാട് ദേഷ്യപ്പെടും. രാജുവിനെ ഞാൻ കൊല്ലും. രാജുവിന് ജീവിച്ചിരുന്നാൽ ഉറപ്പായിട്ടും കിട്ടുവിന് ആരാധിയുമായിട്ട് അടുക്കാനായും പറ്റില്ല എന്നാണ് കിട്ടു പറയുന്നത്. മാത്രമല്ല, നിനക്കെന്നോട് സ്നേഹമുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ രാജുവിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിട്ട് ഓട്ടോയിൽ കയറ്റി വിട്ടത്. നിനക്കെന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ആ രാജുവിനെ കൊല്ലണം എന്നൊക്കെ തന്നെയാണ് കിട്ടു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. ഒരിക്കൽ ആരാധ്യ തന്റെ കൂട്ടുകാരികൾക്കൊപ്പം ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോയി. കൂട്ടുകാരികൾ മാറിയ തക്കം നോക്കി കിട്ടു ഉടനെ തന്നെ ആരാധ്യക്ക് അടുത്തേക്കെത്തും. നിനക്കെന്നെ ഇഷ്ടമുണ്ടെന്നറിയാം, പക്ഷേ നമ്മൾ തമ്മിലുള്ള പ്രേമത്തിന് ഏറ്റവും വലിയ തടസ്സം നിന്റെ ചേട്ടനാ. അവനെ ഞാൻ കൊല്ലുമെന്നും കിട്ടു പറയുന്നു. കൂട്ടുകാരികൾ വരുന്നത് കണ്ട് കിട്ടു ഉടനെ തന്നെ ആരാധിക്കടുത്തു നിന്ന് ഓടിപ്പോകും. വീട്ടിലെത്തിയ ആരാധിക്കാണെങ്കിൽ കിട്ടു പറഞ്ഞതാണ് മനസ്സിൽ. രാജുവിനെ കാണുമ്പോഴും ആരാധിക്കാണെങ്കിൽ കിട്ടു അവനെ കൊല്ലുമോ എന്ന പേടിയാണ്. വേറെ നിവർത്തിയില്ലാതെ രാജുവിനോട് അവളെല്ലാം തുറന്നു പറയും. നീ പേടിക്കണ്ട, ഒന്നുകൊണ്ടും നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെയാണെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് വിളിച്ചു വരുത്ത്, നമുക്ക് ബാക്കി നോക്കാമെന്ന് പറയുന്നു. രാജു പറഞ്ഞതനുസരിച്ച് ഒരു കഫേയിലേക്ക് ആരാധ്യ കിട്ടുവിനെ വിളിച്ചു വരുത്തും. പക്ഷേ ആരാധ്യയെ കാണാത്തത് കൊണ്ട് തന്നെ കിട്ടു അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകും. രാജു കാരണമാണ് ആരാധ്യ വരാത്തത് എന്നാണ് കിട്ടു കരുതിയിരിക്കുന്നതും. പക്ഷേ അതേ സ്ഥലത്ത് കിട്ടുവിനെ കാത്ത് രാജു ഉണ്ടായിരുന്നു. രാജുവും കൂട്ടുകാരനും കിട്ടു എവിടേക്കാണ് പോണതെന്ന് കണ്ടുപിടിച്ച് ഫോളോ ചെയ്ത് കിട്ടുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. കിട്ടുവാണെങ്കിൽ ആ നേരം ആരാധ്യയുടെ ഫോട്ടോ നോക്കിയിരിക്കുന്ന സമയമാണ്. രാജു അകത്തേക്ക് കയറി വന്നതും ആ വീട് മുഴുവൻ ആരാധ്യയുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് രാജു ഞെട്ടിപ്പോകുന്നു. രാജുവും കൂട്ടുകാരനെ ചേർന്ന് കിട്ടുവിനെ ഒരുപാട് തല്ലും. ഇനി എന്റെ സഹോദരിയുടെ പിന്നാലെ നടന്നാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടാണ് രാജുവും കൂട്ടുകാരനും അവിടെ നിന്ന് പോകുന്നത്. ഇനി എത്ര കിട്ടിയാലും കിട്ടു കേൾക്കുമോ? ഇല്ല, അവന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് രാത്രി ലാപ്ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആരാധിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വരും. നീ ഇനിയും ഇതുപോലെ തന്നെയാണ് പെരുമാറാൻ ഉദ്ദേശമെങ്കിൽ, നിന്റെ ചേട്ടൻ പറയുന്നത് മാത്രമാണ് നീ കേൾക്കുന്നതെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കൊല്ലുമെന്നായിരുന്നു അടുത്ത കിട്ടുവിന്റെ ഭീഷണി. മാത്രവുമല്ല, തന്റെ ജനാലയ്ക്ക് പുറത്തായിട്ട് ആരോ നിൽക്കുന്നതായും അവൾക്ക് തോന്നുന്നു. അത് മറ്റാരുമല്ല, കിട്ടുവായിരുന്നു. ആരാധിക്കാണെങ്കിൽ വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അവൾ ആ കാര്യം അച്ഛനെയും അമ്മയെയും അറിയിക്കും. ആരാധ്യയുടെ കരച്ചിൽ കണ്ട് അച്ഛനും അമ്മയും നീ പേടിക്കണ്ട, നമുക്കിതിന് വഴിയുണ്ടാക്കാമെന്നും പറയും. അടുത്ത ദിവസം തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കുന്നു. അതനുസരിച്ച് പോലീസുകാരാണെങ്കിൽ കിട്ടുവിനെ തൂക്കുകയാണ്. നീ ഇൻസ്റ്റഗ്രാം വഴി ഓരോ പെൺകുട്ടികളെയും കണ്ടുപിടിച്ചിട്ട് അവരെ നീ വളച്ചെടുത്ത് ഫോട്ടോഷൂട്ട് എന്ന പേരിൽ നീ നിന്റെ ആവശ്യം നിറവേറ്റില്ലല്ലേടാ പണി എന്നൊക്കെ പോലീസുകാർ ചോദിക്കും. എന്നാൽ കിട്ടു പറയുന്നത് ആരാധ്യയോട് എനിക്ക് യഥാർത്ഥ പ്രേമമാണ്, പക്ഷെ അവളെ ഞാനുമായിട്ട് ഒന്നിക്കാൻ സമ്മതിക്കാത്തത് അവളുടെ ചേട്ടനായ രാജുവാണ് എന്നൊക്കെ പോലീസുകാരോട് പറയുന്നു. അങ്ങനെ പോലീസുകാരാണെങ്കിൽ കിട്ടുവിനെ ഒരുപാട് തല്ലും. മാത്രവുമല്ല, ആരാധിക്ക് എന്നോട് യഥാർത്ഥ പ്രേമമാണെന്ന് കിട്ടു പറഞ്ഞത് കൊണ്ട് തന്നെ പോലീസുകാർ പറയുന്നത്, എടാ അവള് തന്നെയാ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്, ദേ നോക്കെന്ന് പറഞ്ഞിട്ട് ആരാധ്യ കൊടുത്ത കംപ്ലൈന്റ് വായിച്ച് കേൾപ്പിക്കും. അതിൽ കിട്ടുവിനെ കുറിച്ചാണ് എഴുതിയിരുന്നത്. അത് കേട്ടതും കിട്ടുവിനാണെങ്കിൽ വല്ലാതെ സങ്കടം. ആരാധ്യ തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞെന്നോർത്ത് കിട്ടുവിന് ആരാധ്യയുടെ ദേഷ്യമാകുന്നു. എന്നാൽ പോലീസുകാരാണെങ്കിൽ ഇത് അവസാനത്തെ വാണിങ്ങ. ഇനി ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ
ഇനി നിനക്ക് ഇതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിരട്ടിയാണ് കിട്ടുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അന്നേ ദിവസം രാത്രി തന്നെ കിട്ടു നേരെ വരുന്നത് ആരാധ്യയുടെ വീട്ടിലേക്കാണ്. ആരാധ്യയുടെ വീട്ടിലെ ഡോഗിനെയും കൊന്നിട്ട് ആരും അറിയാതെ ആരാധ്യയുടെ വീട്ടിനകത്തേക്ക് കയറി. എന്നിട്ട് അവളുടെ ബെഡ്റൂമിലെത്തി അവൾ ഉറങ്ങുന്നതെല്ലാം രസിച്ച് നോക്കിയിരിക്കുകയാണ്. അവളുടെ ശരീരത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആരും അറിയാതെ അവളുടെ മഞ്ഞ സാരി അവിടെ നിന്ന് എടുത്തോണ്ട് പോവുകയാണ് കിട്ടു. ഈ മഞ്ഞ സാരി ഉടുത്തു നിന്ന സമയത്താണ് ആദ്യമായിട്ട് കിട്ടു ആരാധ്യയെ കാണുന്നത്. ആ സാരിയും എടുത്ത് അവൻ അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം രാവിലെ തന്റെ ഡോഗിനെ ഫുഡ് കൊടുക്കുവാനായി വരുന്ന രാജു കാണുന്നത് മരിച്ചു കിടക്കുന്ന ഡോഗിനെയാണ്. കിട്ടുവാണ് ഇതിന് പിന്നിലെന്ന് രാജുവിന് മനസ്സിലായി. എന്നാൽ അതേ സമയത്ത് കിട്ടുവാണെങ്കിൽ അവന്റെ വീട്ടില് ആരാധ്യയുടെ സാരികളൊക്കെ എടുത്ത് തന്റെ ദേഹത്ത് കൂടി മൂടിയിട്ട് ആരാധ്യയെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് ഈ കിട്ടുവാണെങ്കിൽ രാത്രി എവിടെയോ പോയിട്ട് വരികയായിരുന്ന ആരാധ്യയെ തട്ടിക്കൊണ്ടുവന്ന് ആരോരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആരാധ്യ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കിട്ടുവിനെയാണ്. കിട്ടുവാണെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ചേട്ടൻ രാജുവിനെ കാരണമല്ലേ നീ എന്നെ പ്രേമിക്കാത്തത് എന്നൊക്കെ പറയുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ആരാധ്യ ചോദിക്കും. എന്നാൽ കിട്ടുവാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയാണ് ആരാധ്യയോട് പെരുമാറുന്നതും. ആരാധ്യ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അതിന് ഏറ്റവും തടസ്സം നിന്റെ ചേട്ടനാ എന്നൊക്കെ തന്നെയാണ് കിട്ടു ആരാധ്യയോട് ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. ആരാധ്യയോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടു അവിടെ നിന്ന് മാറിയ സമയത്ത് അകത്താരോ കയറുന്ന ശബ്ദം കേൾക്കും. അത് അവിടെ തന്നെയുള്ള ഒരു ഹിന്ദിക്കാരനായിരുന്നു. അയാളാണെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് തറയിൽ കിടക്കുന്ന ആരാധ്യയാണ്. ആരാധ്യയുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ഹിന്ദിയിൽ ചോദിക്കും. എന്നാൽ ആരാധ്യയാണെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കാണെങ്കിൽ ആരാധ്യ പറയുന്നത് മനസ്സിലാകുന്നതേയില്ല. ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദിക്കാരൻ തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്തു കൊടുക്കും. വാതിൽ എവിടെയാണെന്നൊക്കെ അവൾ ആംഗ്യം വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ വാതിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ ഹിന്ദിക്കാരൻ. ആ തക്കം നോക്കി ഉടനെ തന്നെ കിട്ടുവാണെങ്കിൽ ഹിന്ദിക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആരാധ്യയുടെ മുന്നിൽ വെച്ച് തന്നെ കല്ലുകൊണ്ടടിച്ച് അയാളുടെ തല തകർത്ത് കൊന്നുകളയുകയാണ്. അത് കണ്ടതും ആരാധ്യ വല്ലാതെ പേടിക്കുവാനായി തുടങ്ങി. ഇനി ഇങ്ങനെ പോയാൽ ശരിയാകില്ല, തന്റെ ജീവനും അത് ആപത്താണെന്ന് ആരാധ്യക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കിട്ടുവിനെ വശീകരിക്കുവാനായിട്ടും ആരാധ്യ തീരുമാനിക്കുന്നു. കിട്ടു, എനിക്ക് നിന്നെ ഇഷ്ടമാ. ആര് പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന്? നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറ് തന്നെയാ. പക്ഷെ ഒരു കാര്യം, നമുക്ക് നാട്ടിലേക്ക് പോയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് അനുവാദം വാങ്ങിയിട്ട് നമുക്ക് കല്യാണമായിട്ട് തന്നെ നടത്താം. നീ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടു പറയുന്നത്, ഇല്ല, നീ വീട്ടിലെത്തി കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം മാറും. നിന്റെ ചേട്ടനായിട്ടുള്ള രാജു ഉണ്ടല്ലോ, അവൻ ഇതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ നീ ഉറപ്പായിട്ടും എന്നെ കെട്ടത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയും. എന്നാൽ ആരാധ്യനെങ്കിൽ, ഇല്ല കിട്ടു, നാട്ടിലെത്തിട്ട് നമുക്ക് കല്യാണം കഴിക്കാം, നമുക്ക് എന്തായാലും അച്ഛനെയും അമ്മയും പോയി കാണാമെന്നും ആരാധ്യ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് സോപ്പിടാൻ നോക്കും. പക്ഷെ നടക്കുമോ? ഇല്ല. കിട്ടു പറയുന്നത്, ഇല്ല, പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം, എനിക്ക് നിന്നെ കിസ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് കിസ് എന്ന് പറഞ്ഞിട്ട് ആരാധ്യയെ കിസ് ചെയ്യുവാനായി പോകും. വേറെ നിവർത്തിയില്ലാതെ ആ ഒരു സൈക്കോയ്ക്ക് കിസ്സിന് വഴങ്ങി കൊടുക്കുകയാണ് ആരാധ്യ. ആരാധ്യ കിട്ടുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സന്തോഷത്തിൽ കിട്ടുവാണെങ്കിൽ അവൾക്ക് പുതിയ സാരിയും ബ്ലൗസും ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് അവളെ കൊണ്ട് ആ സാരി ഉടുപ്പിക്കും. അവളോട് പറയുന്നുണ്ട്, നീ സാരിയിൽ എന്ത് സുന്ദരിയാ. നീ സാരി ഉടുക്കാതെ വേറെ ഏതെങ്കിലും ഡ്രസ്സിലായിരുന്നു ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും നിന്നോട് ഒരു അട്രാക്ഷനും തോന്നില്ലായിരുന്നു. പക്ഷേ നീ സാരി ഉടുത്തത് കൊണ്ടാ എനിക്ക് നിന്നോട് പ്രണയം തോന്നിയത് എന്നൊക്കെ കിട്ടു പറയുന്നു. അതേസമയം ആരാധ്യയാണെങ്കിൽ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കും. ആരാധ്യക്ക് കഴിക്കാനായിട്ട് കിട്ടു ഫുഡ് എടുക്കാൻ പോയ സമയം തന്നെ ആ ഹിന്ദിക്കാരന്റെ മൊബൈല് അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് തെറിച്ചു പോയിരുന്നു. ആ ഒരു കാര്യം ഓർമ്മ വന്നതും കിട്ടു അയാളെ കൊല്ലുന്നത് കണ്ട് പേടിച്ച് കയ്യിൽ നിന്ന് പോയതാ. ഉടനെ തന്നെ അവൾ പോയി ആ മൊബൈൽ കണ്ടെത്തി തന്റെ ചേട്ടനെ വിളിക്കുവാനായി നോക്കും. പക്ഷേ ചാർജ് ഇല്ലാതെ ഫോണും ഓഫായി പോകുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് കിട്ടു നിൽക്കുന്നു. നീ രക്ഷപ്പെട്ടു പോകുവാനായി ശ്രമിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല കിട്ടു, ഞാൻ പുറത്തേക്കൊന്ന് വന്നതാ, വെറുതെ വന്നതാ, എനിക്ക് വിശക്കുന്നു, ആഹാരം എങ്ങ് തരുമോ എന്ന് ചോദിച്ചിട്ട് കിട്ടു കൊണ്ടുവന്ന ഫുഡ് വാരി വാരി കഴിക്കും. എന്നിട്ട് കിട്ടു പറയുന്നുണ്ട്, നിനക്ക് എന്നോട് മോഹമുണ്ടെന്നുള്ളത് കാര്യം എനിക്കറിയാം, എനിക്കുള്ളതുപോലുള്ള മോഹം നിനക്കുമില്ലേ, പക്ഷെ അത് നമ്മുടെ കല്യാണത്തിന് ശേഷമേ ഉള്ളൂ എന്നൊക്കെ കിട്ടു പറയുന്നു. എന്നിട്ട് കിട്ടുവാണെങ്കിൽ ആരാധ്യയെ കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം കിട്ടു പോയി വേഷം മാറി വരും. എന്നിട്ട് പറയുന്നുണ്ട്,
ഇന്ന് എന്താണ് വിശേഷമെന്നറിയാവോ? എന്റെ ബർത്ത്ഡേയാ. ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞ് ആരാധ്യയും കൂട്ടിക്കൊണ്ട് ഒരു ഹാളിലേക്ക് പോകും. അവിടെ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരുന്നു. മാത്രമല്ല ഒരു കേക്കും ഇരിക്കുന്നുണ്ട്. കേക്കാണെങ്കിൽ ആരാധ്യയോടൊപ്പം ഇരുന്നു കൊണ്ട് അവൻ കട്ട് ചെയ്യുവാനായി നോക്കും. ആ സമയത്ത് കിട്ടുവിന്റെ പെരുമാറ്റമാണെങ്കിൽ വളരെ മോശമായിരുന്നു. അവൾ ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ അവളെ തൊടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ കത്തിയാണെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. കിട്ടുവാണെങ്കിൽ നിന്റെ ചേട്ടൻ രാജു ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, രാജുവിനെ കൊല്ലണ്ടേ എന്ന് ചോദിക്കും. അത് കേട്ട് ആരാധ്യയാണെങ്കിൽ കിട്ടുവിന്റെ കയ്യിലിരിക്കുന്ന കത്തി കണ്ടുകൊണ്ട് രാജുവിനെ കൊല്ലണമെന്ന് പേടിച്ച് പറയുന്നു. അപ്പോൾ ചോദിക്കും, ഒരു സർപ്രൈസ് ഉണ്ട്, അത് കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര തുറക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച ബോധമില്ലാതെ ഇരിക്കുന്ന രാജുവിനെയാണ്. രാജുവിനെ തല്ലിച്ചതച്ച് അവശനാക്കി ആ അലമാരയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് കിട്ടു. എന്നിട്ട് രാജുവിനെ വലിച്ചിഴച്ച് കസേരയിൽ കൊണ്ടുവന്നിരുത്തി കൈ രണ്ടും ബന്ധിക്കുകയും ചെയ്യും. അത് കണ്ട് ആരാധ്യ വല്ലാതെ കരയുന്നു. ആരാധ്യ കരയുന്നതൊക്കെ കണ്ടിട്ട് കിട്ടുവിന് വല്ലാതെ ദേഷ്യം വരും. അതിനനുസരിച്ച് കിട്ടുവാണെങ്കിൽ രാജുവിന്റെ വിരലൊക്കെ മുറിക്കുവാനായി തുടങ്ങുന്നു. രാജുവിന് ബോധം വന്ന് അലറി വിളിക്കുകയാണ്. ആരാധ്യയെ കണ്ടതും രാജുവിന് തന്റെ സങ്കടം സഹിക്കാനായി പറ്റുന്നില്ല. രാജു കരയും. ആരാധ്യ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് കിട്ടു ചോദിക്കും, വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്, അത് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് കിട്ടു നേരെ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ആരാധ്യയുടെ മഞ്ഞ കളർ സാരിയാണ്. ഈ സാരി പരിചയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരാധ്യ ഞെട്ടിപ്പോകും. കാരണം അവളുടെ സാരിയല്ലേ. ഇതെങ്ങനെ കിട്ടുവിന്റെ കയ്യിൽ വന്നു എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇതെങ്ങനെ വന്നെന്നറിയണ്ടേ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നെടുത്തതാ. നിന്റെ ഡോഗില്ലേ ആ ടൈഗർ, അതിനെ ഞാൻ കൊന്നു കളഞ്ഞു എന്നും പറയും. അത് കേൾക്കുമ്പോൾ രാജുവിന് വല്ലാത്ത ദേഷ്യം വരും. ആരാധ്യയോട് ആ മഞ്ഞ സാരി ഉടുത്തിട്ട് വരുവാനായും പറയുന്നു. പക്ഷെ വേറെ റൂമിലൊന്നുമല്ല, രാജുവും കിട്ടുവും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ആരാധ്യയോട് സാരി ഉടുക്കുവാനായും പറയുന്നത്. വേറെ നിവർത്തിയില്ലാതെ തന്റെ സഹോദരന് മുന്നിൽ വെച്ച് ആരാധ്യക്ക് സാരി മാറേണ്ടി വരുന്നു. ആരാധ്യ സാരി ഉടുക്കുന്നതെല്ലാം കൊതിയോടെ നോക്കി നിൽക്കുകയാണ് കിട്ടുവും. രാജുവിനത് കാണാൻ വയ്യാത്തത് കൊണ്ട് അവൻ കണ്ണടച്ചിരുന്ന് കരയുകയാണ്. സാരി കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആരാധ്യയുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ കത്തി കൊടുക്കും. രാജുവിനെ കൊല്ലുവാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആരാധ്യക്കാണെങ്കിൽ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ആരാധ്യയുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് അവളുടെ കൈ കൊണ്ട് തന്നെ രാജുവിന്റെ ദേഹത്തേക്ക് കിട്ടു കത്തി കുത്തിയിറക്കും. ആരാധ്യ ഉറക്കെ കരയും. എന്നാൽ ഈ രാജു ആണെങ്കിൽ കിട്ടുവിനെ തള്ളിക്കളഞ്ഞ് ആരാധ്യയെ സൈഡിലേക്ക് മാറ്റിയിട്ട് കിട്ടുവിനെ തല്ലുന്നു. ആരാധ്യയോട് ഓടി രക്ഷപ്പെടാനായിട്ട് രാജു പറയുന്നുണ്ട്. എന്നിട്ട് രാജുവാണെങ്കിൽ കിട്ടുവിനെ തല്ലും. രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ കിട്ടുവാണെങ്കിൽ രാജുവിനെ ഒരുപാട് കുത്തും. കിട്ടുവിന്റെ കുത്തുകൊണ്ട് രാജു മരണപ്പെടുന്നു. എന്നിട്ട് കിട്ടുവാണെങ്കിൽ നേരെ ആരാധ്യയെ അന്വേഷിച്ചു പോകും. ആരാധ്യയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നേരെ എത്തുന്നത് തന്റെ ചേട്ടനായ രാജുവിനടുത്തേക്കാണ്. അപ്പോൾ അവൾ കാണുന്ന കാഴ്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാജുവിനെയാണ്. രാജുവിനടുത്തിരുന്ന് അവൾ അലറി കരയും. അതേസമയം തന്നെയായിരുന്നു കിട്ടുവും അവളുടെ അടുത്തേക്ക് വരുന്നത്. നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ കിട്ടു ചോദിക്കും. കാരണം രാജു മരിച്ചപ്പോൾ ആരാധ്യ കരയുന്നത് കണ്ടിട്ട് കിട്ടുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. കിട്ടുവാണെങ്കിൽ അവളെ അടിക്കുകയും ഒക്കെ ചെയ്യും. തന്റെ ചേട്ടനെ കൊന്ന കിട്ടുവിനോട് അവൾക്ക് തീരാത്ത പകയായി. അവൾ തന്റെ കയ്യിൽ കിട്ടിയ ആയുധം എടുത്തുകൊണ്ടുവന്ന് കിട്ടുവിനെ ഒരുപാട് കുത്തും. എന്നിട്ടും കിട്ടു മരിച്ചില്ല. അവസാനം വീണ്ടും അവൾ കുത്തുവാനായി വരുന്ന സമയത്ത് കിട്ടു അവളെ അടിച്ച് തള്ളിയിടും. ഒരു ഘട്ടത്തിൽ ആരാധ്യയുടെ ബോധം പോകുമെന്ന അവസ്ഥയായി. എന്നാൽ കിട്ടു അവളെ കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ രക്തം തുപ്പിക്കിടക്കുന്ന കിട്ടുവിനടുത്തേക്ക് അവൾ വന്നിട്ട് തന്റെ സാരി ഉപയോഗിച്ച് കിട്ടുവിന്റെ കഴുത്ത് മുറുക്കി അവനെ ക്രൂരമായി തന്നെ അവൾ കൊന്നുകളയും. ഏത് സാരി കണ്ടാണോ കിട്ടു അവളെ മോഹിച്ചത്, അതേ സാരി കൊണ്ട് തന്നെയാണ് അവൾ അവനെ കൊലപ്പെടുത്തിയതും. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഞെട്ടി ഉണരുന്ന ആരാധ്യയാണ് കാണിക്കുന്നത്. ആരാധ്യയുടെ അടുത്ത് അവളുടെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും. നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാം നിന്നോടൊപ്പം ഉണ്ടെന്നും അച്ഛനും അമ്മയും പറയുന്നുണ്ട്. ആരാധ്യ ആദ്യമേ തിരക്കിയത് തന്റെ ചേട്ടനായ രാജുവിനെയാണ്. രാജു ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞ് അമ്മ കരയും. ആരാധ്യക്കും സഹിക്കാനായി പറ്റുന്നില്ല. ആരാധ്യ പൊട്ടിക്കരയുകയാണ്. അതേസമയം തന്നെയായിരുന്നു കിട്ടു പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരുന്നത്. നീ സാരി ഉടുത്തില്ലായിരുന്നുവെങ്കിൽ നിന്നോട് എനിക്ക് ഇങ്ങനൊരു സ്നേഹമേ തോന്നില്ലായിരുന്നു. സാരി ഉടുത്തത് കൊണ്ടാണ് എനിക്ക് നിന്നോട് പ്രണയം തോന്നിയത് എന്നുള്ള കാര്യം കിട്ടു പറഞ്ഞിട്ടില്ലേ? അത് ആരാധ്യക്ക് ഓർമ്മ വരും. ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ ആരാധ്യ ആദ്യം ചെയ്തത് സാരി ഉപേക്ഷിച്ച് നോർമലായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുവാനായും തുടങ്ങി. മാത്രവുമല്ല സാരികളെല്ലാം വാരിയിട്ട് കത്തിച്ച് കളയുന്നു. ആ സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടതും. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.